ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കിണ്ണത്തപ്പമെന്നും വെള്ളയപ്പമെന്നും ഒക്കെ പറയാം. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന രീതിയാണ്. ഒരു ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ചേർക്കുന്നില്ല. ഈസ്റ്റോ കാരവോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മളെടുത്തേക്കുന്നത് പൊന്നിയരിയാണ്. കുറച്ച് പൊന്നിയരി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന മെയിനായിട്ടുള്ള കാര്യമാണ് കരിക്ക്. ഉണ്ടല്ലേ, ഈ കരിക്കും പൊന്നിയരിയും മാത്രം ചേർത്ത് നമുക്ക് എത്രയും മൃദുവായിട്ടുള്ളൊരു വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലീനാക്കി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടുകയാണ്. പഞ്ചസാര നിങ്ങളുടെയൊക്കെ മധുരത്തിന് ചേർക്കാവുന്നതാണ്. മധുരം കൂടുതൽ വേണ്ടുന്നവർ കൂടുതൽ ചേർക്കുക. ഷുഗറുള്ളവർക്ക് വേണമെങ്കിൽ മധുരം ഇല്ലാതെ തന്നെ കുറച്ച് പുഴുങ്ങിയെടുക്കാം. ചെറിയ ഉപ്പ് ചേർത്തിട്ട് നല്ല സ്വാദാണ്. ഇനി ഇതുകൂടെ ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ മാവെല്ലാം പെർമനൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കോരി ഒഴിച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പം നമ്മൾ ആദ്യമേ എടുക്കുന്ന പാത്രത്തിൽ സ്വല്പം നെയ്യ് പരട്ടി കൊടുക്കാം. അപ്പം അടുക്കി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. 4 സൈഡും ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് കോരി ഒഴിക്കാം. ഇത് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇറക്കി വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യമേ നന്നായിട്ടൊന്ന് തീയരിക്കുക. പിന്നെ സിമ്മിലിട്ട് വെക്കുക. നമുക്ക് നമ്മുടെ അപ്പമൊക്കെ എങ്ങനെയായെന്ന് നോക്കാം. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ചൂടാണ്. ഇത് ആറിയതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. നമുക്ക് അടുത്തതൂടെ വെച്ച് വേവിച്ചെടുക്കാം. എപ്പോഴും നമ്മൾ മാവ് പൊരി ഒഴിക്കുമ്പോൾ നമ്മൾ നെയ്മയം പറ്റണം. ഇല്ലെങ്കിൽ അടിക്ക് സൈഡിൽ നിന്ന് ഇളക്കി വിട്ടു പോകാൻ വലിയ പ്രയാസമായിരിക്കും. നമുക്കിതൊന്ന് ശരിയാക്കിയെടുക്കാം. വാവ്, നല്ല സൂപ്പർ കിണ്ണത്തപ്പം റെഡിയായി. കണ്ടില്ലേ, നല്ല ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. പാത്രത്തിൻ്റെ അതേ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാൻ തണുത്തോന്നു. ഒന്ന് നോക്കിയാലോ. ഇത് സ്പോഞ്ചായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? കണ്ടില്ലേ, കണ്ടപ്പം തന്നെ നമ്മുടെ കൺട്രോൾ പോകുന്നുണ്ട്. നല്ല ഫ്ലപ്പിയായിട്ടിരിക്കുക കണ്ടോ. അപ്പോൾ ഇതുപോലെ യാതൊരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കാതെ, സോഡ വേണ്ട, ഈസ്റ്റ് വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് നല്ല വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് കനം കുറച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ചെറിയ പാത്രത്തിൽ കുറച്ച് മാവെടുത്ത്, ഇത് തട്ടത്തിലായതുകൊണ്ടാണ് കട്ടിയായിട്ടിരിക്കുന്നത്, കനത്തിലിരിക്കുന്നത്. കണ്ടല്ലേ, നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഹാപ്പി ക്രിസ്മസ്.
അണ്ടിപ്പരിപ്പ്